മക്ക മുശ്രിക്കുകളുടെ വിശ്വാസം നമുക്കുണ്ട് എന്ന് മുജാഹിദുകൾ പറയുന്നു. അതുപോലെ തന്നെ അത് സുന്നികളെ ഇകഴ്ത്തുവാൻ വേണ്ടി പറയുന്നതാണ് എന്നൊക്കെയുള്ള നിലക്കാണ്. സത്യത്തിൽ മക്ക മുശ്രിക്കുകളുടെ വിശ്വാസമല്ല ഇവർക്കുള്ളത്. കാരണം മക്ക മുശ്രിക്കുകളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന് പങ്കുകാരുണ്ട് എന്നവർ വിശ്വസിച്ചവർ തന്നെയാണ്. അത് അവരുടെ തൽബിയത്തിൽ വ്യക്തമാണ്. ഇവിടുത്തെ സമസ്തക്കാരെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന് പങ്കുകാരുണ്ടെന്നൊന്നും അവർ വിശ്വസിക്കണില്ല. എന്നാൽ മക്ക മുശ്രിക്കുകൾ ഇവരും തമ്മിലുള്ള ബന്ധം പലതുമുണ്ട്. അതായത് മക്ക മുശ്രിക്കുകളും കൊടുത്ത കഴിവിൽ നിന്ന് തന്നെയാണ് ചോദിച്ചിട്ടുള്ളത്. പിന്നെ മക്ക മുശ്രിക്കുകൾ എന്തു പണിയാണ് എടുക്കുന്നത് എന്ന് അവർക്കറിയാമായിരുന്നു. അതുകൊണ്ട് അവർ അത് ഞങ്ങൾ ശിർക്ക് തന്നെയാണ് ചെയ്യേണ്ടതെന്ന് അവർ സമ്മതിച്ചു. അതേസമയത്ത് ഇവിടുത്തെ സമസ്തക്കാർ ഇവരടിസ്ഥാനപരമായി കൊണ്ട് അശ്അരിയത്തിൻ്റെ കെട്ടിക്കൊടുക്കുകളിൽ പെട്ടപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ഇലാഹി എന്നുള്ള പദപ്രയോഗം, ആ ഇലാഹി എന്ന പദപ്രയോഗത്തിന് ഇവർ നൽകിയ അർത്ഥമാണ് ഇവരെ ഇത്തരത്തിലുള്ള ശിർക്കൻ പ്രവർത്തനങ്ങൾ ചെയ്യുവാൻ ഇവരെ പ്രേരിപ്പിച്ചത്. ഇലാഹി എന്നതിന് അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാരായ ആളുകളൊക്കെ ഇപ്പോൾ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലയുടെ ആ ഒരു മൻഹജിലൂടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നീട് വന്ന പണ്ഡിതന്മാരൊക്കെ ഇലാഹി എന്ന പദപ്രയോഗത്തിന് മഅബൂദ് എന്ന ഇസ്മു മഫ്ഊലിൻ്റെ അർത്ഥമാണ് നൽകിയിട്ടുള്ളത്. മഅബൂദ് എന്ന് പറഞ്ഞാൽ ആരാധ്യൻ. എന്നാൽ അശ്അരികൾ ഇലാഹി എന്നുള്ള പദപ്രയോഗത്തിന് അർത്ഥം നൽകിയപ്പോൾ അതിൻ്റെ ഇസ്മു ഫായിലിൻ്റെ അർത്ഥമായ ഖാലിഖ്, സ്രട്ടാവി എന്നോ അതല്ലെങ്കിൽ അൽ ഖാദിറുൽ ഇഖ്തിറാ, എന്താണ് ഒരു കാര്യം പുതുതായി ഉണ്ടാക്കുവാൻ കഴിവുള്ളവൻ എന്നോ എന്നൊക്കെയുള്ള അർത്ഥമാണ് അവർ കൊടുത്തത്. അങ്ങനെ വന്നപ്പോൾ ഇവരർത്ഥം വെച്ച സമയത്ത് ഇവരെ അർത്ഥത്തിലുണ്ടാകുക അള്ളാഹു അല്ലാതെ ആരാധനക്കർഹൻ മറ്റാരുമില്ല എന്നല്ല ലാ ഇലാഹ ഇല്ലല്ലയുടെ ഒരർത്ഥം വരിക. അള്ളാഹു അല്ലാതെ സൃഷ്ടാവ് മറ്റാരുമില്ല, അല്ലെങ്കിൽ സൃഷ്ടിക്കുവാൻ കഴിവുള്ളവനായിക്കൊണ്ട് മറ്റാരുമില്ല. അപ്പോൾ അള്ളാഹ് മറ്റുള്ള ആളുകൾക്ക് കഴിവ് കൊടുക്കുന്നു. അള്ളാഹിൻ്റെ കയ്യിലുള്ള കഴിവ് ഉള്ളതാണ്, മറ്റുള്ളവരേക്കാൾ അള്ളാഹ് കൊടുത്തതാണ്. അപ്പോൾ അതുകൊണ്ട് ആ കൊടുത്ത കഴിവുള്ള ആളുകളോട് നമ്മൾ ബഹുമാനത്തിൻ്റെ ഭാഗമായി ഇനി ചോദിച്ചാലും എന്താവില്ല, പ്രശ്നമാവില്ല എന്നാണ്. ഇവരുടെ ഈ അസില് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ലോകത്ത് ഇന്ന് ശിർക്കുണ്ടാവില്ല. അത് ഏത് ഇപ്പോൾ അതായത് ഇപ്പോൾ ഇവിടെ മറ്റു മതസ്ഥരൊക്കെ ഉണ്ടല്ലോ, അവരാരാധ്യന്മാരായി കാണുന്ന അവരുടെ ആരാധ്യന്മാരെയും അള്ള കഴിവ് കൊടുത്തതാണെന്ന് വിചാരിച്ചിട്ട് അവരോട് ചോദിച്ചാൽ പോലും ഇവരെ സംബന്ധിച്ചിടത്തോളം ശിർക്ക് വരില്ല.